നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ മീനിൻ്റെ കാര്യം പറഞ്ഞിരുന്നു കേട്ടോ. ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ മീൻ വാങ്ങിക്കാൻ വരാപ്പുഴ എന്ന സ്ഥലത്തു നിന്നാണ്, ആലുവയിൽ നിന്ന് 10 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവരിതാ മീൻ കൊണ്ടു തന്നു. ഇത് കൊഴുവ ഒക്കെ ഫ്രഷ് ആയിട്ടുള്ള മീനായിട്ട് അപ്പോൾ പിടിക്കേണ്ടതാണ് അവർ. പിന്നെ ചെമ്മീനുണ്ട്, നാരൻ ചെമ്മീൻ. അത് രണ്ടും ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്ന് എടുക്കുന്നില്ല. ഇത് രണ്ടും ഞാനിന്ന് ഇത്തിരി വെള്ളം ഒഴിക്കണം. നമ്മൾ ഇത്തിരി വെള്ളം ഇതിൽ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കണ്ട, ഈ വെള്ളത്തിൽ വേണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ. പുറത്തെടുക്കുമ്പോൾ ആ ഐസൊക്കെ പോയി കഴിഞ്ഞ് നമ്മുടെ റൂം ടെമ്പറേച്ചറായിട്ട് താതാത്മ്യം പ്രാപിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചൂടുവെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്നും വെക്കാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് അവർ തന്നേക്കുന്നത്. കണ്ട, ചെമ്മീനൊക്കെ നല്ല ക്ലീനാണ്. പിന്നെ വാങ്ങിച്ചത് പ്രാഞ്ഞിൽ. ഇതാണ് പ്രാഞ്ഞിൽ എന്ന് പറഞ്ഞ മീൻ. അതിപ്പോൾ ഞാൻ വെക്കാൻ പോവാണ്. ഇത് അവന് അതിൻ്റെ തലയൊക്കെ എടുത്തിട്ട് അവർ ഇത്തിരി ഇട്ടിട്ടുണ്ട്. തലയോട് കൂടിയാണ് അവർ അങ്ങനെ തന്നെയാണ് തരുന്നത് മീൻ. അപ്പോൾ അത് ഞാൻ അവന് കൊടുക്കാൻ, എൻ്റെ യാഷിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഡോഗിന്. ഇനി ഇത് ഞാൻ വറുക്കാനായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കഷ്ണമുണ്ട്, കുറച്ച് പീസസ് വറുക്കാനാണ്. ഇതൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചത് കേട്ടോ. ഇത്രയും ഞാൻ വറുക്കാനാണ്. ഇനി ഇത് മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ശകലം മല്ലിപ്പൊടിയും കൂടി കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് 2 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് ഇത് തിരുമ്മി വയ്ക്കാം. പിന്നെ ഇത് കറി വയ്ക്കാനാണ്. കറി ഞാൻ മുളക് തിളച്ചിട്ടൊന്നുമല്ല, അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ എല്ലാം ഇടാൻ പോകും കേട്ടോ. ഇതെല്ലാം മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ഞാൻ കാണിക്കാം. അപ്പം ഞാനിത് മീൻ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എല്ലാ ആവശ്യത്തിനും ഉപ്പ്, പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, സവാള ഒരു ചെറിയൊരു കഷ്ണം, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടി നന്നായി തിരുമ്മി യോജിപ്പിച്ചിട്ട് ഇത്തിരി കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഈ തേങ്ങ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 4 മീനിൻ്റെ കഷ്ണമുണ്ട്. 2 കഷ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നാളേക്ക്. വെളിച്ചെണ്ണ ചൂടാവുന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇതിലാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല. എനിക്കൊരു കയ്യേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ മീൻ നന്നായിട്ട് തിളച്ചു. വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാങ്ങി വെച്ചിട്ട് ഞാനിനി അവന് വേണ്ടിയിട്ടുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ട്. അവന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനോട് ഇതിൽ നമുക്കിനി തേങ്ങയുണ്ട്. തേങ്ങ മാത്രം അരച്ചത് കേട്ടോ, ബാക്കിയെല്ലാം അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിതിൽ ചേർക്കുകയാണ്. ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് മീനുമായി. പിന്നെ നമുക്ക് കുടംപുളി ഇട്ടിട്ടാണ് വെച്ചത് കേട്ടോ. കുടംപുളി ഒരല്പം പുളിയും ചേർക്കും ഞാൻ, അല്പം പുളി. എനിക്കങ്ങനെ ഒരു ഇത്തിരി പുളിയും കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. കുടംപുളി മാത്രം ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ചാൽ മതി. നന്നായി തിളച്ച് തേങ്ങ ചേർത്താൽ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനിത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കുറേശ്ശെ ഇട്ടിട്ട്, മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മല്ലിയുടെ ഒരു കുത്തെടുക്കുമ്പോൾ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരല്പം മല്ലിപ്പൊടി മാത്രം ചേർത്തുള്ളൂ. ബാക്കി സവാള, ഉള്ളി, പച്ചമുളക്. പച്ചമുളക് നല്ല എരിവുള്ളതാണ്. ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇത്തിരി കറിവേപ്പിലിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. കറിവേപ്പില ഇടണം. കറിവേപ്പില ലാവിഷായിട്ടിടാം, നമ്മുടെ തന്നെയല്ലേ, എത്ര വേണമെങ്കിലും എടുക്കാനുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. വെളിച്ചെണ്ണ ഇത്തിരി നല്ലോണം ഒഴിക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം, 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചാൽ ചിരട്ട തവി. ഇത് ഞാൻ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയതാട്ടോ.
എനിക്ക് ഭയങ്കര ഞാൻ ആദ്യം ഇവിടെയൊക്കെ ഓൺലൈനിലൊക്കെ കുറേ വാങ്ങി അതിൻ്റെയൊക്കെ പിടി പോയി. ഇതും പോകുന്ന സൈസ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കോർത്തിട്ടുള്ളതാണെങ്കിൽ എത്ര പെട്ടെന്ന് പോകില്ല. ഇത് നമ്മളൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരെണ്ണം പോയി. നമ്മളൊന്ന് അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിയും. ഇത് ഞാനൊരെണ്ണം അതിൽ നല്ലത് വാങ്ങിയതായിരുന്നു. എവിടെ പോയത് കണ്ടോ? ഇത് ഞാൻ എന്തോന്ന് കുത്തി ഉടയ്ക്കാൻ വേണ്ടി ഉടച്ചതാണ്. അതോടുകൂടി അതിൻ്റെ പണി കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതായിരുന്നു. അപ്പോൾ അത് പോയി. അപ്പോൾ ഞാനത് വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഉപ്പെടുക്കാൻ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി, വറുത്തതും റെഡിയായി. ഈ ഊണ് കഴിക്കാം. ആ ചോറ് വിളമ്പി, ഇത്തിരി പച്ചടി വിളമ്പിയിട്ടുണ്ട്. പച്ചടി ഒന്നും ആവശ്യമില്ല മീൻകറി ഉണ്ടെങ്കിൽ. പിന്നെ മീൻകറി വിളമ്പിയിട്ടുണ്ട്. നല്ല അടിപൊളി കഷ്ണമാണ് കേട്ടോ, നല്ല സ്പോഞ്ച് മേലത്തെ കഷ്ണമാണ്. അതും ഒരു കഷ്ണം വറുത്തതും നല്ല ചൂടാണ്. നല്ല ചൂടാട്ടോ. ഒരു കഷ്ണം പപ്പടം, എല്ലാം കൂടി ഞാൻ കൂട്ടി അങ്ങ് കുഴച്ച് 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 ഇതാ കഴിക്കട്ടെ കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ്. ഇനി ഞാനൊന്ന് സ്വസ്ഥമായിട്ട് കഴിക്കട്ടെ കേട്ടോ. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.